കേരള രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിതമായ തിരക്കഥകൾ അരങ്ങേറുന്ന ഒരു പകലാണിന്ന്. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ പ്രഖ്യാപനങ്ങളുമായി തലസ്ഥാന നഗരിയിൽ എത്തുകയാണ്. മറുവശത്ത് സ്വർണ്ണക്കൊള്ള കേസിലെ പുതിയ വെളിപ്പെടുത്തലുകളുണ്ട്. പല ട്വിസ്റ്റുകളും വാർത്തകളിൽ നിറയുന്നുണ്ട്. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഒരുക്കിക്കൊടുത്ത വേദികളിലൂടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ചർച്ചയാകുമ്പോൾ അതിലും വലിയൊരു രാഷ്ട്രീയ പോരിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെ രാഷ്ട്രീയമായി വെട്ടാൻ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനകൾ ഒരു മന്ത്രിയുടെ കസേര തെറിപ്പിക്കുമോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളിൽ നേതാക്കൾ മുഴുകിയിരിക്കുമ്പോഴാണ് ഗണേഷ് കുമാർ അനാവശ്യമായ ഒരു വിവാദത്തിന് തിരികൊളുത്തിയത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. KSRTC ബസ്സുകളുടെ പടി താഴ്ത്തിയത് മറിയാമ്മ ഉമ്മന്റെ വാക്ക് കേട്ടാണ് എന്ന്. അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി എന്നുള്ള തരത്തിലൊക്കെയായിരുന്നു ഗണേഷിന്റെ പരോക്ഷ പരിഹാസം. പ്രായമായവർക്കും അസുഖബാധിതർക്കും വേണ്ടിയാണ് അത് ചെയ്തതെന്ന് ഗണേഷ് പറയുന്നുണ്ടെങ്കിലും ഇതിന്റെയെല്ലാം അന്തർലീനമായ അജണ്ട ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുക എന്നത് മാത്രമാണ്. സത്യത്തിൽ ഈ വിവാദങ്ങൾക്ക് പിന്നിൽ കൃത്യമായൊരു പശ്ചാത്തലമുണ്ട്. ഗണേഷ് കുമാറിന്റെ സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് ചെന്ന് ചാണ്ടി ഉമ്മൻ നടത്തിയ കടന്നാക്രമണം ഗണേഷിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. തന്റെ പിതാവിനെതിരെ ഗണേഷ് കുമാറും സംഘവും കെട്ടിച്ചമച്ച നുണക്കഥകളുടെ കെട്ട് പൊട്ടിച്ചുകൊണ്ടായിരുന്നു ചാണ്ടി ഉമ്മൻ അന്ന് ആഞ്ഞടിച്ചത്. സോഷ്യൽ മീഡിയയിൽ ഈ വാക്കുകൾ കാട്ടുതീ പോലെ പടർന്നു. തന്റെ കോട്ടയിൽ വന്ന് ചാണ്ടി ഉമ്മൻ നടത്തിയ ഈ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ ഉമ്മൻചാണ്ടിയെ തന്നെ അധിക്ഷേപിക്കുക എന്ന തന്ത്രമാണ് ഗണേഷ് ഇപ്പോൾ പയറ്റുന്നത്. പല ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഗണേഷ് കുമാറിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ക്യാമ്പിൽ വരുന്നത്. ഉമ്മൻചാണ്ടിയെ പോലൊരു ജനനായകനെ അധിക്ഷേപിച്ച ഗണേഷിനെ വെറുതെ വിടില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നതും. ഗണേഷിന്റെ ഈ ഇല്ലാ കഥകൾ ഇനി അങ്ങോട്ട് അനുവദിക്കില്ലെന്ന് പാർട്ടി മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ മര്യാദകൾ ലംഘിക്കുന്ന ഗണേഷിനെതിരെ നിയമസഭയിലും പുറത്തും വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴി തുറക്കുമോ എന്നുള്ളതും കണ്ടറിയാം. പഴയ സോളാർ വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകുന്ന ഈ സമയത്ത് ഉമ്മൻചാണ്ടിയെ വീണ്ടും കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഗണേഷിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഗതാഗത വകുപ്പിലെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണോ ഗണേഷ് ഇത്തരം തറ നിലവാരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന ചോദ്യവും ശക്തമാണ്. ഗതാഗത മന്ത്രി എന്ന നിലയിൽ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് നീങ്ങുന്ന ഗണേഷ് കുമാറിന്റെ ഈ ഉമ്മൻചാണ്ടി വിവാദം ഒരു വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും. പത്തനാപുരത്തെ മണ്ണിൽ ചാണ്ടി ഉമ്മൻ വിതച്ച സത്യത്തിന്റെ വിത്തുകൾ ഗണേഷിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ. മന്ത്രി ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന പിൻവലിച്ച് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ജീവിതം തകർക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ശ്രമിക്കുകയില്ല. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത് കൂട്ടിച്ചേർക്കാനാണ് ശ്രമിച്ചത്. അത് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോൺ. അദ്ദേഹത്തിന്റെ ഭാര്യ, ഞാൻ ഈ കുടുംബ വിഷയം പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്, ഉമ്മൻചാണ്ടിയെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവം ഉണ്ടായത്. ദയവ് ഇത് കുടുംബ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമില്ല. ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്ന ആളല്ല. അദ്ദേഹമായിട്ട് അങ്ങനെ വ്യക്തിപരമായ ഒരു അഭിപ്രായ വ്യത്യാസം എന്നുള്ള ഒരാളല്ല. പക്ഷെ അദ്ദേഹം ഉമ്മൻചാണ്ടിക്കെതിരായി നടത്തിയ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം. ഞാൻ പറയട്ടെ, ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല. അന്ന് കള്ളനല്ലല്ലോ ഇയാള്. അത് എനിക്കറിയില്ല. അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുന്നേ. കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ അടൂർ പ്രകാശന് ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDFന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? അല്ല, കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. മന്ത്രി അതൊന്നും എനിക്കറിയത്തില്ല. സോണിയാഗാന്ധിയെ കാണാൻ പോയത് സോണിയാഗാന്ധി കണ്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വിശദീകരിക്കാൻ ഒന്നുമില്ല. അതിൽ എന്തിനാ വിശദീകരിക്കണത്? ഞാൻ ചെയ്യിക്കട്ടെ. അത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. നാളെ ഒരാള് സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു എവിടെയെങ്കിലും വെച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച്. അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ്? അയാൾ കള്ളനാണ്. ഞാൻ റിയാസിന്റെ ഒരു വിഷയം വന്നു, മുഹമ്മദ് റിയാസിന്റെ PWD മന്ത്രി. അവിടെ ഒരു വ്ളോഗർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു. വലിയ പ്രചരണം ടൂറിസത്തിന് വേണ്ടി നടത്തി. അവർ പിന്നീട് സ്പൈ ആണെന്ന് തെളിഞ്ഞു.
അപ്പൊ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് മുഹമ്മദ് റിയാസ് അതിൽ ഉത്തരവാദിയല്ല. സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ PWD മന്ത്രി CPM മന്ത്രിയാണ്. കൊണ്ടുവരുമോ? ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരുമോ? അപ്പൊ അവര് സ്പൈ ആണെന്ന് നമുക്കറിയില്ല. അവര് വ്ളോഗറായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അവര് സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കേണ്ടത്. ആ മാന്യത. കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ. പ്രശാന്ത് എന്ന് പറയുന്ന മറ്റേ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാർ കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുക്കൂല. ആ തീരുമാനത്തിലെല്ലാം അദ്ദേഹത്തിന് പങ്കുണ്ട്. അല്ല, ഞാൻ പറയണത് മനസ്സിലാക്കി. കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെയല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെടും. കടകംപള്ളിയുടെ ഫോട്ടോ അല്ലല്ലോ പ്രശ്നം. അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നം. ഇതൊരു പരിപാടിയിലെടുത്ത ഫോട്ടോയല്ല, മറിച്ച് 10 ജന്മത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചെടുത്തത്. അപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റ് പോലും ഇല്ലാതെ അവിടേക്ക് ആക്സസ് ഇല്ല. ആർക്ക് വേണമെങ്കിലും പോകാലോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തിനാ അതുകൊണ്ടെന്ന് ആർക്ക് വേണമെങ്കിലും പോവാം. എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ. എത്ര പേര് പറഞ്ഞത് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല. അല്ലാതെ ഒരാള് വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണുമെന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതൊക്കെ ഇമ്മെറ്റീരിയൽ ആണ്. ആ ചോദ്യത്തിന് പ്രസക്തി അതെനിക്കറിയില്ല. നിങ്ങൾ KPCC പ്രസിഡന്റ്